സുഖം എല്ലാവർക്കും. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. കാരണം എനിക്ക് വീട്ടുകാരുടെ സപ്പോർട്ടില്ല, പിന്നെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ഒരു സിറ്റുവേഷൻ ആണ്, പാവം ഓർക്കൊന്നും ചെയ്യാൻ കഴിയൂല. അതായത് കുറച്ച് ദിവസം കൊണ്ട് എന്റെ വീട്ടിലെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ട്. ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നത് ഒരു യൂട്യൂബറാണ് കേട്ടോ. അവർ രാജസ്ഥാനിലെ അകപ്പെട്ടു പോയ ഒരു മലയാളി വീട്ടമ്മ എന്ന് പറയാം. അവർക്ക് 2 കുട്ടികളുണ്ട്. ഭർത്താവിൻ്റെ വീടിൻ്റെ ഉള്ളിലെ നരകയാതനയാണ് അവർ ഈ കരച്ചിലിലൂടെ എക്സ്പ്രസ് ചെയ്തത്. ഇനി അത് മുഴുവനായിട്ടും ആത്മാർത്ഥമായിട്ടുള്ള കരച്ചിലാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 80% ആത്മാർത്ഥമാണ്. 20% അവരുടെ ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ, അവർ അകപ്പെട്ടിരിക്കുന്ന ഭർത്താവിൻ്റെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുള്ള വീടാണ്. അവർക്കൊക്കെയുള്ള ഭക്ഷണം ഉണ്ടാക്കുക, അവരുടെ വസ്ത്രം അലക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ മരുമകളുടെ തലയിലാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ രൂക്ഷമായിട്ടുള്ള വശങ്ങൾ നമുക്കൊന്ന് കാണാം. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ സത്യത കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. സംഭവം ഞാൻ കുറ്റം പറയല്ല, പക്ഷെ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ 99% ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ സമയം രാത്രി 9 മണി ആവാനായി. ഞാനിപ്പോ അടുക്കളയിലാണ്. എനിക്കിപ്പോ കറി ഉണ്ടാക്കാണ്ട്, ചപ്പാത്തി ഉണ്ടാക്കാണ്ട്. ഇത് അമ്മേനെ വേണ്ടിയിട്ട് കരയാണ് മോള്. പിന്നെ ഇവിടെ അമ്മായിയമ്മമാര് ഒരു വർത്തനം പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഇത്ര പണിയുണ്ട്, 2 കുട്ടികളുടെ, പിന്നെ ഒക്കെ എനിക്ക് ചെയ്യണം. എന്നിട്ട് വേണം ഒരു 10-11 മണി രാത്രി ആയിട്ടാണ് ഫ്രീ ആയിട്ട് ഞാൻ മക്കളെടുക്കുക. പിന്നെ രാവിലെ ഇതേപോലെ തന്നെ പണിയൊക്കെ തീർത്തിട്ടാണ് മക്കളെയൊക്കെ എടുക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ട്. അത് എന്റെ മനസ്സിലല്ല, ഈ നോർത്ത് ഇന്ത്യയില് മരുമക്കളെ മനസ്സിലെല്ലാവരും മനസ്സിൽ ഈ സങ്കടം ഉണ്ടാവും. ഇനിയാണ് ഇവർ പറയുന്ന ഭീകരത നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അതായത് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സ്വന്തം കുഞ്ഞിനെ എടുക്കാനോ അവന് ആഹാരം കൊടുക്കാനോ പാടുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ നിയമം. വീട്ടുജോലിക്കാണ് കൂടുതൽ പ്രാധാന്യം. ഇത്രയും പണി മരുമകൾ തന്നെ ചെയ്ത് തീർത്തോളണം. അവിടേക്ക് അമ്മായിയമ്മയോ നാത്തൂമാരോ ഒന്നും വരില്ല. അവർ സുഖമായിട്ട് ടിവിയും കണ്ട് ഹാളിൽ കിടക്കും. കുഞ്ഞുങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അമ്മയുടെ സാമീപ്യത്തിനായിട്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചപ്പാത്തിയൊക്കെ 9:30 ഉണ്ടാക്കാറുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾ കരഞ്ഞ ആ സ്പോട്ടിൽ നമ്മളെടുത്ത് പോയി ആശ്വസിപ്പിക്കും. അതിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കലായാലും എന്ത് മഹാകാര്യമായാലും നമ്മൾ അതിനുള്ള ഒരു ആർജവം കാണിക്കും ഒരു മലയാളി വീട്ടമ്മ. ഇനിയിപ്പം മരുമകളായിട്ട് ചെന്ന് കയറിയ വീട്ടിൽ ഫുൾ ടൈം നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കില്ല. അവിടെ അമ്മയുടെയോ നാത്തൂൻ്റെയോ ആ ഭർത്തൃ വീട്ടുകാരുടെ പങ്കാളിത്തം. ഇനി ഒരു പരിധി കഴിഞ്ഞ് നമ്മൾക്കും അടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വേറെ പോവാം. പക്ഷേ ഇത് ഒന്നും ഇവർക്ക് പ്രായോഗികമല്ല. സ്വന്തം കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ അത് കേട്ട് അടുക്കളയിൽ നിന്ന് പണിയെടുക്കാൻ വിധിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ. എന്തൊരു അപരിഷ്കൃതമായിട്ടുള്ള ഒരു രീതി. അമ്മായിയമ്മയായി കഴിഞ്ഞാൽ ഇപ്പം ഈ മരുമകൾ പിന്നെ ഭാവിയിൽ അമ്മായിയമ്മയായി കഴിഞ്ഞാൽ അവൾക്കും ഇങ്ങനെ സ്വീകരണ മുറിയിൽ കിടക്കാം, ഒന്നും ചിന്തിക്കേണ്ട. ജോലി മുഴുവൻ മരുമകളെ ഏറ്റെടുത്തോളും. അതിൻ്റെ ഇടയിൽ കുഞ്ഞിനെ വന്ന് ആശ്വസിപ്പിക്കാനോ അവനവൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനോ ഒന്നും അലൗഡല്ല. ഇതിങ്ങനെ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറാണ്. ഇനിയും ആ കുട്ടിയെ സങ്കടം പറയുന്നത് കേട്ട് നോക്കണം കേട്ടോ. അപ്പൊ ഇത്ര പാത്രമാണ് കേൾക്കാനുള്ളത്. സമയം 9:30 ആയി. ഇത് കേൾക്കുമ്പോഴേക്ക് 10:30 ആവും. എന്നിട്ടാണ് ഞാൻ മോളടുത്തേക്ക് പോവുക. അപ്പൊ ഇവിടുത്തെ ഇതാണ് കൾച്ചർ. ഇവിടുത്തെ ഇപ്പൊ സമയം 10:30 ആയി. എന്നിട്ടാണ് രാത്രി 10:30ക്കാണ് ഇപ്പൊ മോൻക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ഭക്ഷണം. ഓന് ഒരുപാട് നേരമായി. ഒരു സമയം 9 മണി ആകുമ്പോ തന്നെ ഭക്ഷണം ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഭക്ഷണം കൊടുക്കാനുള്ള നേരം കിട്ടിയത്. എന്തൊരു മനുഷ്യരാണ് അല്ലേ അവിടത്തെ. 9 മണിക്ക് കരഞ്ഞു തുടങ്ങിയ ഒരു കുട്ടി ഭക്ഷണത്തിന് വേണ്ടി 10:30 വരെ വിശന്നിട്ട് അവൻ കരഞ്ഞ് നടന്നുകൊണ്ടിരുന്നു. എന്തിനാണ്? അവൻ്റെ അമ്മ വന്ന് അവനെ എടുത്ത് 10:30ക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് അവൻ്റെ വയറ്റിൽ എന്തെങ്കിലും ചെല്ലണത്. ഒരു സ്ത്രീനെ വീട്ടിലുള്ള ജോലി മുഴുവൻ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ സ്വീകരണ മുറിയിൽ കിടക്കണ അമ്മായിയമ്മയോ നാത്തൂനോ ഒന്നും ആ കുട്ടീനെ എടുത്ത് ഭക്ഷണം കൊടുക്കാൻ റെഡിയായില്ല. അതും അവൾ ചെയ്യട്ടെ എന്നുള്ളതാണ്. ഈ ജോലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മാതൃത്വം ഉള്ളൊരു യുവതിയാണ്. അവൾക്ക് 2 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ കാര്യം നോക്കിയിട്ട് നീ ജോലി ചെയ്തോ എന്ന് പറയുന്നതിന് പകരം ജോലി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിശന്ന്
കരയുന്ന കുഞ്ഞവിടെ 1.5 മണിക്കൂർ ഇങ്ങനെ നടക്കുമ്പോഴും ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ വീട്ടുകാർ ഒക്കെ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വിഷമം ആരനുഭവിക്കുക, ഈ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ കഴിയാതെ നിസ്സഹായിയായിട്ട് ജോലി എടുക്കണ അമ്മ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ ഭാഗത്തെ തെറ്റ് പറയൂ. എന്തൊക്കെ വന്നാലും എൻ്റെ കുട്ടി വിശന്നിട്ടാണ് കരയണത്, അവൻ്റെ വിശപ്പ് തീർത്തിട്ടേ ഞാൻ ഈ വീട്ടിൽ ജോലി ചെയ്യുള്ളൂ എന്നൊരു കർട്ടൻ റൈസ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്താൽ അവിടെ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. ഒരു അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ വിശപ്പാണ് എന്ത് ജോലിയേക്കാളും വലുതെന്ന് സ്ഥാപിക്കാനുള്ള ഒരവകാശം അവൾക്കുണ്ട്. അല്ലെങ്കിൽ ഈ കുട്ടിയെ ജനിപ്പിച്ച അച്ഛൻ എന്ന് പറയുന്ന ആൾ ഇതൊക്കെ കണ്ട് അവിടെ മിണ്ടാതിരിക്കുകയാണോ? അയാൾക്ക് ആ കുട്ടീനെ എടുത്ത് ഇത്തിരി ഭക്ഷണം കൊടുക്കാനോ എന്തിനെങ്കിലും ഒരു സഹായം കൊടുത്തുകൂടെ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നൊരു ചോദ്യം. ഇതിൽ ആ കുട്ടി പറഞ്ഞു വെക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതെൻ്റെ മാത്രം സംഭവമല്ല. ഇവിടുത്തെ ഓരോ മരുമക്കളും വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ മരുമക്കൾ അമ്മായിമ്മമാരാകുമ്പോഴും ഈ നെഗറ്റിവിറ്റി, അതായത് മരുമക്കൾ ജോലി ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞ് ഉറപ്പിക്കുകയാണ് മനസ്സിൽ. ഇവരിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ തോന്നുകയാണ് ഞാനും ഒരു അമ്മായിമ്മയാകുമ്പോൾ എനിക്കിങ്ങനെ ഇരിക്കാമല്ലോ. അങ്ങനെയൊക്കെയുള്ളൊരു കഷ്ടം വളരെ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിദ്യാഭ്യാസമുള്ള ആളുകളുടെ ഇടയിലും പൈസയുള്ള ആളുകളുടെ ഇടയിലും ജീവിത സാഹചര്യങ്ങളുള്ള ആളുകളുടെ ഇടയിലൊക്കെ ഇത് മാറുന്നുണ്ടാവും. കാരണം പൈസ ഉള്ളതുകൊണ്ട് ഇവർക്ക് പുറത്ത് പോയിട്ട് വേറെ വീട്ടിൽ താമസാക്കാം, ഇങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഇവർക്കിത് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ഈ കുഞ്ഞുങ്ങളെയും വെച്ച് ഈ കുഞ്ഞുങ്ങളുടെ വിശക്കുന്ന കരച്ചിലും കുഞ്ഞുങ്ങൾക്ക് അമ്മയെ വേണ്ട സമയത്ത് ഈ 6 മാസം 8 മാസമൊക്കെ ആയ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് മേലിൽ നിന്ന് അടർത്താനേ തോന്നില്ല. നമ്മൾ എപ്പോഴും അവരെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മാതൃസ്നേഹം പോലും അവിടെ പ്രകടിപ്പിക്കാൻ പറ്റാതെ, കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റാൻ പറ്റാതെ, ഒരു സ്ത്രീനെ ഇട്ട് ഫുൾ ടൈം അടുക്കളയിലിട്ട് നീ അമ്മായിമ്മയാകുമ്പോൾ സുഖിച്ചോ എന്ന് പറയാതെ പറയുന്ന ഒരു സംസ്കാരം, അത് ഉത്തരേന്ത്യയിലാണെന്ന് ആലോചിക്കണം. നമ്മളുടെ ഈ കേരളത്തിൻ്റെ തൊട്ടടുത്ത രാജസ്ഥാൻ എന്ന് പറഞ്ഞ സംസ്ഥാനത്താണ്, തൊട്ടടുത്തതല്ലെങ്കിലും. അപ്പോൾ ഇത് ഉഗാണ്ടയിലോ അല്ലെങ്കിൽ അപരിഷ്കൃതമായിട്ടുള്ള ആഫ്രിക്കൻ വനാന്തരങ്ങളിലോ ഒന്നും സംഭവിക്കുന്നതല്ല. ഇതൊക്കെ നമ്മളുടെ ഇന്ത്യക്കാരുടെ ഇടയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയും കൾച്ചറുമാണ്. എന്തൊക്കെയായാലും ഇതിനൊക്കെ ഒരു മാറ്റം ഉടനടി വരും. ഒറ്റ അമ്മായിമ്മയ്ക്കും ഇങ്ങനെ മലർന്ന് കിടന്ന് സുഖമായിട്ട് TV കണ്ട് മരുമക്കളോ പേരക്കുട്ടികളോ അവിടെ കരയേ ചിരിക്കേ അവരുടെ ജീവിതത്തിലുള്ള കണ്ണീരോ ഒന്നും കാണണ്ട. ഞാനിതാ ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യുമെന്ന് പറയാനായിട്ട് എങ്ങനെ സാധിക്കണമെന്നുള്ളതാണ്. എന്തൊക്കെയായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.